ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി. മുന്നണി മാറ്റ ചർച്ചകൾ ജോസ് കെ മാണി തള്ളി. നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും കേരള കോൺഗ്രസ് നിൽക്കുന്നിടത്ത് അധികാരമുണ്ടാകുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഭിന്നശേഷി സംവരണത്തിലടക്കം വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് സമ്മതിച്ച ജോസ് കെ മാണി JB കോശി റിപ്പോർട്ടിൽ വ്യക്തമായ മറുപടി നൽകിയില്ല. ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ്. അല്ലേ? എവിടെയെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇല്ല. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ്. അല്ലേ? അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിൻ്റെ വിടുന്നു, കേരള കോൺഗ്രസ് അപ്പുറത്ത് ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പം എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. കേരള കോൺഗ്രസിൻ്റെ നിലപാട് ഉറച്ചതാണ്, യാതൊരു സംശയവുമില്ല. ജോസി ബാബു ചേർന്നു. ജോസി, 3 തവണയാണ് ഇന്ന് മാധ്യമങ്ങളോട് എടുത്തു പറഞ്ഞത് കേരള കോൺഗ്രസ് എവിടെയോ അവിടെ ഭരണമുണ്ടാകും എന്ന്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, പാർട്ടിക്കകത്ത് ഭിന്നാഭിപ്രായമുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. പല അഭിപ്രായങ്ങളും പലരുടേതായിട്ടുണ്ടാകും. പക്ഷേ പാർട്ടിയുടേത് ഒറ്റക്കെട്ടായുള്ള തീരുമാനം എന്ന് പറയുമ്പോഴും നിലവിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല, ഇല്ലെങ്കിൽ തീരുമാനമായിട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ധന്യ, കഴിഞ്ഞ 2 ദിവസമായി നിലനിന്നിരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം വന്നത്. LDF ഉപേക്ഷിച്ച് UDFിലേക്ക് തിരികെ പോകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു ജോസ് കെ മാണി. തങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കും, ഇടതുമുന്നണിയോടൊപ്പമാണ് തങ്ങളുടെ നിലപാട്, അക്കാര്യത്തിൽ മറ്റ് അഭിപ്രായ ഭിന്നതകളില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു ചെയ്തത്. രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രതികരണത്തിനായി എത്തിയപ്പോൾ പിന്നീട് പൊതുവായി മാധ്യമങ്ങളെ പാർട്ടി ഓഫീസിൽ വെച്ച് കാണുമെന്ന് അറിയിക്കുകയും 11:30 നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം 11:45 മാധ്യമങ്ങളെ കാണുകയുമായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളായി നിലനിന്നിരുന്ന മുഴുവൻ അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് LDFിനൊപ്പമാണ് തങ്ങളുടെ നിലപാട് എന്ന് ആവർത്തിക്കുകയും ചെയ്തത്. സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് തങ്ങളെ ഇത്തരത്തിൽ വാർത്തകളിലേക്ക് വലിച്ചിഴക്കുന്നത്, അല്ലെങ്കിൽ UDFിൻ്റെ നേതാക്കൾ പലരും ഇത്തരത്തിൽ ക്ഷണവുമായി മുന്നോട്ട് വരുന്നതെന്ന് കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, അധികാരം എപ്പോഴൊക്കെ ആർക്കൊക്കെ വേണമോ ആ സമയത്തൊക്കെ കേരള കോൺഗ്രസ് അവരുടെ ഒപ്പമുണ്ട്. അതായത് അധികാരമുള്ള സ്ഥാനങ്ങളിലെല്ലാം കേരള കോൺഗ്രസിൻ്റെ അനിവാര്യതയുണ്ട്. അത്തരത്തിൽ കേരള കോൺഗ്രസ് ഒരു അനിവാര്യ ഘടകമായതിനാലാണ് എല്ലാവരും തങ്ങളെ ഒരുപോലെ ക്ഷണിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ നിലയ്ക്ക് ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യകരമായ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും പലരും പറയും. പക്ഷേ പാർട്ടിയുടെ തീരുമാനം ഒറ്റക്കെട്ടായി അത് ചെയർമാൻ പറയും. അത് താൻ പറയുന്നതാണ് പാർട്ടിയുടെ പൊതു നിലപാട്. മന്ത്രി റോഷി അഗസ്റ്റിനുമായി അഭിപ്രായ ഭിന്നതകളില്ല എന്നും എല്ലാ ദിവസവും ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നുമാണ് ജോസ് കെ മാണി പറഞ്ഞത്. അതേസമയം തന്നെ സഭ ജോസ് കെ മാണിയെയും കൂട്ടരെയും പ്രധാനമായും സമ്മർദ്ദത്തിലാക്കിയ 2 വിഷയങ്ങൾ, ഭിന്നശേഷി സംവരണം, അതോടൊപ്പം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാത്തത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വളരെ നയപരമായ ഒരു മറുപടിയായിരുന്നു ജോസ് കെ മാണി നൽകിയത്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയാണുള്ളത്. സർക്കാർ പരമാവധി ആ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും അതോടൊപ്പം JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലേക്ക് കൂടുതൽ ഉള്ളിലേക്ക് കടന്നുള്ള ഒരു മറുപടി അദ്ദേഹം നൽകുകയും ചെയ്തില്ല. എന്തായാലും അടുത്ത ദിവസം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരുന്നുണ്ട്. 16-ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെയും വിശദമായി ചർച്ചയ്ക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ പുറത്തു വന്ന വിവരപ്രകാരം പാർലമെന്ററി പാർട്ടിയിൽ ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് മന്ത്രി റോഷി അഗസ്റ്റിനും റാന്നി MLA പ്രമോദ് നാരായണൻ അടക്കമുള്ളവർ LDFിനോടൊപ്പം ഉറച്ചു നിൽക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളും അതോടൊപ്പം തന്നെ പൂഞ്ഞാർ MLA ആയിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തിങ്ങളും അടക്കമുള്ളവർ UDFിനൊപ്പം നിൽക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നിരുന്നു. ഇതിന് രണ്ടിലും ഇടയിൽ നിൽക്കുന്നൊരു നിലപാടാണ് ചീഫ് വിപ്പ് N ജയരാജ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയും ഈ വലിയൊരു ഭിന്നത പാർലമെന്ററി പാർട്ടിയിൽ ഉണ്ടായത് തന്നെ
നേതൃത്വത്തിന് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. കൂടാതെ തോൽവിക്ക് പിന്നാലെ CPM വിട്ട് അല്ലെങ്കിൽ LDF വിട്ട് പുറത്തു വന്നാൽ അതൊരു വിശ്വാസവഞ്ചനപരമായ നിലപാടായിരിക്കും. അത് മറുവശത്ത് UDF-ലെത്തിയാൽ അതൊരു ബാർഗനിങ് ശക്തി കുറയ്ക്കും എന്നുള്ള കാര്യവും കേരള കോൺഗ്രസ് വിലയിരുത്തുന്നു. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഉടൻ മുന്നണി മാറ്റമില്ല എന്നുള്ളതാണ് ആവർത്തിച്ച് ജോസ് കെ മാണി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ധന്യ.